പ്രിയമുള്ളവരെ, വചനജ്വാല 1283 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 6 വ്യാഴാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ വലിയ നോമ്പിന്റെ 4 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ വണക്കമാസം 6 ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 56 സങ്കീർത്തനം 1 മുതൽ 13 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഞാൻ നിർഭയനായി ദൈവത്തിൽ ആശ്രയിക്കും. ഗായക സംഘ നേതാവിന് വിദൂരതയിലെ മിണ്ട്രാപ്പാവ് എന്ന രാഗത്തിൽ ദാവീദിന്റെ ഗീതം ഗത്തിൽ വെച്ച് ഫിലിസ്ത്യർ പിടികൂടിയപ്പോൾ പാടിയത്. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ, മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു, ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദിവസം മുഴുവനും എന്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു, അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു. ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യനെ എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു. അവരുടെ ചിന്തകൾ അത്രയും എന്നെ ഉപദ്രവിക്കാനാണ്. എങ്ങനെ ഉപദ്രവിക്കാമെന്നാണ്. അവർ വട്ടം കൂടി പതിയിരിക്കുന്നു. അവർ എൻ്റെ പ്രാണന് വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു. അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ. ദൈവമേ, ക്രോധത്തോടെ ജനങ്ങളെ തകർക്കണമേ. അവിടുന്ന് എൻ്റെ അരച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുമുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കും. മർത്യനെ എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലിയർപ്പിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ കോളറ്റ്, കന്യകയായ വിശുദ്ധ കോളറ്റിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. 1381 ജനുവരി 13 പിക്കാർഡിൽ ഒരു തച്ചന്റെ മകളായി കോളറ്റ് ജനിച്ചു. ബാല്യം മുതൽക്കേ സന്യാസത്തോട് അവൾ അത്യന്തം താല്പര്യം പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. ആദ്യം ബെനഡിക്റ്റൻ സഭയും പിന്നീട് ബെഗുവിൻസ് സമൂഹവും പിന്നീട് പുവർ ക്ലിയേഴ്സിന്റെ സഭയും അവൾ പരീക്ഷിച്ചു നോക്കി. അവയൊന്നും ഇഷ്ടപ്പെടാതെ അവസാനം ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേർന്നുകൊണ്ട് ഏകാകിനിയായി പിക്കാർഡി ദേവാലയത്തിനരികെ ഒരു കുടിലിൽ താമസിച്ചു തുടങ്ങി. ഏകാന്ത സന്യാസ ജീവിതത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് കണ്ട് കോളറ്റ് വീണ്ടും പുവർ ക്ലേഴ്സിന്റെ സഭയിൽ ചേർന്നു. മാത്രമല്ല, വിശുദ്ധ ഫ്രാൻസിസ് അസീസി അവൾക്ക് കാണപ്പെട്ട്
പോർ ക്ലെയേഴ്സിന്റെ സഭ നവീകരിക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് പറയുന്നു. സ്പെയിനിലെ മഠങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ നിയമങ്ങളും മറ്റു ചില മഠങ്ങൾ കാർഡിനൽ കജറ്റൻ നൽകിയ നിയമങ്ങളും അനുസരിക്കുകയായിരുന്നു. കോളറ്റ് വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ പ്രാഥമിക നിയമങ്ങൾ സ്വീകരിച്ച് ബോമിൽ ഒരു മഠം തുടങ്ങി. പിന്നീട് ബെസാന സോണിലും പുതിയ സഭ കോളറ്റ് പുവർ ക്ലെയേഴ്സ് എന്നറിയപ്പെട്ടു. പ്രാഥമിക നിയമങ്ങളുടെ കാർക്കശ്യത്തിന് യാതൊരു കുറവും വരാതെ പൊരുത്താതെ കോളറ്റ് അനുസരിച്ചു പോന്നു. നിരന്തരമായ പരീക്ഷണങ്ങൾ അവൾ അനുഭവിക്കേണ്ടി വന്നു. കോൺസ്റ്റാന്റിലെ കൗൺസിൽ അക്കാലത്താണ് ജോൺ 23 എതിർപ്പാപ്പ, ബെനഡിക്ട് 13 ഗ്രിഗറി 12 എന്നിവ ചേർന്ന് എന്നിവരിൽ ആരാണ് യഥാർത്ഥ മാർപ്പാപ്പ എന്ന് തീരുമാനിക്കാൻ നിർബന്ധിതനായത്. വിശുദ്ധ വിൻസെന്റ് ഫെററിന്റെയും വിശുദ്ധ കോളറ്റിന്റെയും സേവനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വളരെ സഹായിച്ചു. ഈ അധ്വാനങ്ങളുടെ ഇടയ്ക്ക് പിശാച് അവളെ അങ്ങേയറ്റം പരീക്ഷിച്ചു. കോളറ്റ് അവയെല്ലാം ജയിച്ച് 1447 മാർച്ച് 6 ഭാഗ്യമരണം പ്രാപിച്ചു. ഒരു നല്ല കത്തോലിക്കന്റെ ലക്ഷണം തിരുസഭയോടുള്ള സ്നേഹവും ക്രിസ്തുവിന്റെ പ്രതിനിധിയോടുള്ള ബഹുമാനവുമാണ്. നമുക്ക് വിശുദ്ധ കോളറ്റിന്റെ, കന്യകയായ വിശുദ്ധ കോളറ്റിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.